ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 വ്യത്യസ്തമായ ടിഫിൻ ബോക്സ് റെസിപ്പീസാണ്. അതിൽ ആദ്യത്തേത് ടൊമാറ്റോ റൈസാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല ഹെൽത്തിയാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലെപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പരിപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ ഉഴുന്ന്, 1/4 ടീസ്പൂൺ കടുക്, ഇത്രയും ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കി വെക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം കൂടി ഒന്ന് മൂത്തിട്ട് വരട്ടെ. അതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. രണ്ടും വളരെ കുറച്ച് മതി, തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി ഒരു മൂത്ത സ്മെല്ല് വരുമ്പോൾ നമ്മൾ ഒരു സവാളയുടെ പകുതി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതി എന്ന് പറയുമ്പോൾ തീരെ ചെറിയ സവാളയാണ്, ഒരുപാട് വേണ്ട നമുക്ക്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെ കിട്ടും, അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. പൊട്ടാറ്റോ ഇഷ്ടമുള്ളവർക്ക് അതിടാം, ബീൻസ് വേണമെങ്കിൽ അതിടാം. അതുപോലെ ഗ്രീൻ പീസ് ഫ്രോസണൊക്കെ കിട്ടുമെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കുക, കാരണം ഈ വെജിറ്റബിൾസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇടുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഓപ്ഷണലാണ് കേട്ടോ. ക്യാപ്സിക്കത്തിന് പകരം നമ്മൾ പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല. പിന്നെ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ റൈസ് ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചത്, അപ്പോൾ ഇതിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്നും അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് തക്കാളി മിക്സിയിൽ അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു വലിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവാനൊക്കെ നല്ല എളുപ്പമാണ്. അരിഞ്ഞിട്ടാവുമ്പോൾ അത് കുറച്ചധികം സമയം എടുക്കും വഴന്ന് വരാനൊക്കെ. മാത്രമല്ല അരിഞ്ഞിട്ടിടുമ്പോൾ 2 തക്കാളിയൊക്കെ വേണ്ടി വരും. അങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഒരു തക്കാളി തന്നെ ധാരാളമാണ്. എന്നിട്ട് അതിൻ്റെ ആ തക്കാളിയൊക്കെ ഒന്ന് വേവണമല്ലോ, അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വറ്റും അത്. എന്നിട്ട് നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഏത് റൈസായാലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ വീട്ടിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചോറായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ബിരിയാണി അരിയായാലും കുഴപ്പമില്ല, ബസ്മതി അരിയായാലും കുഴപ്പമില്ല, ഏതായാലും ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ബസ്മതി അരിയാണ്, അപ്പം നമ്മൾ ചോറിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പിട്ടിട്ട് വേവിച്ച് എടുത്തിട്ടുള്ളതാണിത്. വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മസാലയിൽ ഉപ്പിട്ടപ്പോൾ അതിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. റൈസിലേക്കുള്ള ഉപ്പ് നമ്മൾ ആദ്യം റൈസ് വേവിക്കുമ്പോഴാണ് ഇടുക. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുടഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും എത്തും. മാത്രമല്ല ചോറങ്ങ് ഉടഞ്ഞു പോകുന്നുള്ള പേടിയില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് കോമ്പിനേഷനൊന്നും വേണമെന്നില്ല. ഇനിയിപ്പോൾ തൈര് സാലഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, പപ്പടം ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം, എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഈന്തപ്പഴം കൂടി ചേർത്തിട്ടുള്ള അച്ചാറുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഓണിയൻ റൈസാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, മാത്രമല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം. അതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു നുള്ള് മാത്രം മതി. അതുപോലെ 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം മൂത്ത് വരട്ടെ. ആ സമയത്ത് നമ്മളൊരു 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. 4-5 അല്ലി ആയാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും നെയ്യിൽ. ആ സ്മെല്ല് വരുമ്പോൾ നമ്മൾ ഒരു സവാള ഇതുപോലെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്താൽ എളുപ്പമുണ്ട്. നമുക്ക് ചോപ്പറൊക്കെ ഉള്ളവരാണെങ്കിൽ എളുപ്പം അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല. അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ കളറ് ആയി വരണം. പെരിഞ്ജീരകം ഇടുമ്പോൾ കൂടി പോവാതെ നോക്കണേ. ഒരു നുള്ള് മാത്രം മതി. 2 വിരൽ കൂട്ടിയിട്ടൊരു നുള്ള്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം അര ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. പിന്നെ ഇത് മല്ലിച്ചപ്പും പുതിനയും കൂടിയും ഉണക്കി പൊടിച്ചതാണ്. എൻ്റെ അടുത്ത് ഫ്രഷ് മല്ലിച്ചപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിട്ട് കൊടുത്തത്. പിന്നെ റൈസിലേക്കുള്ള ഉപ്പ്, ഞാൻ 2-2.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള ഉപ്പ് 2 കപ്പ് നിറയെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. മല്ലിച്ചപ്പ് ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനി മല്ലിച്ചപ്പിൻ്റെ പൊടിയും മല്ലിച്ചപ്പും ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എങ്കിലും നല്ല ടേസ്റ്റുള്ള റൈസാണ്. നെയ്യാണ് എടുക്കുന്നതെങ്കിൽ പ്രത്യേകം ടേസ്റ്റാണ് വെളിച്ചെണ്ണേനേക്കാളും. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊരു ക്രീമി ടെക്സ്ചറായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തൈരിന് പകരം നമുക്ക് ഏറ്റവും ബെറ്റർ ചെറുനാരങ്ങ നീരായിരിക്കും കേട്ടോ. ചെറുനാരങ്ങ നീരില്ലെങ്കിൽ തൈര് ഉപയോഗിക്കുക. ഇനി അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏത് റൈസാണോ ഉള്ളത് ഏതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ മട്ട റൈസാണ്. ഇപ്പോൾ കുറുവയാണെങ്കിൽ അത്, ഇനിയിപ്പോൾ ബസ്മതിയൊക്കെ ഉണ്ടെങ്കിൽ അത്, കുട്ടികൾക്ക് ചിലപ്പോൾ ബിരിയാണി റൈസ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ബിരിയാണി റൈസ് നമ്മൾ വെള്ളം വറ്റിച്ചിട്ട് അതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാ പച്ചരി ഉണ്ടല്ലോ ദോശക്കൊക്കെ എടുക്കണ, അതാണെങ്കിൽ അതും വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്തായാലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ മട്ട റൈസാണുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് ചോറ് വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ട് മട്ട റൈസ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടി അതൊന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. നല്ല നെയ്യിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇതാ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്ര പണിയേ ഉള്ളൂ. ആ നെയ്യ് ആ മസാലയിലിട്ടിട്ട് ഈ ചോറൊന്നങ്ങ് വഴറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടിഫിൻ ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. 2-3 മിനിറ്റ് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ചെറുപയർ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ചെറുപയർ കഴിപ്പിക്കാൻ നല്ലൊരു ഐഡിയ ആണ്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ബിരിയാണി ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്കൂളിലേക്കൊരു അടിപൊളി ഹെൽത്തി ബിരിയാണിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ നെയ്യാണ് ഉപയോഗിച്ചത്. അതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ 3/4 കപ്പ് അരിയും 1/4 കപ്പ് ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ നമ്മൾ ടോട്ടൽ ഒരു അളവ് നോക്കുമ്പോൾ 3/4 ഭാഗം അരിയും 1/4 ഭാഗം ചെറുപയറും ആയിരിക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള അതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിലേക്ക് നമ്മളൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് ഒന്ന് കുഴഞ്ഞ് വന്നോളും. ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് അങ്ങനെ വെക്കുക. ഇപ്പോൾ തക്കാളി ഇതാ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പാണ് ഒരു പിടി, ഒരു ഏകദേശം ഒരു കൈപ്പിടി നിറയെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ബിരിയാണിയുടെ ഒരു ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് കൂടി വേണം. പുതിനയില ഇഷ്ടമുള്ളവർക്ക് അതിടാം, ഞാനത് ഇട്ടിട്ടില്ല, മല്ലിച്ചപ്പ് മാത്രമേ ഇട്ടുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചത്. ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ സാധാരണ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ബിരിയാണി മസാല ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഗരം മസാലയാണ് ഇട്ടതെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കാം. സാധാരണ നമ്മൾ ബിരിയാണിയിൽ തൈര് ഒഴിക്കാറുണ്ട്, അപ്പോൾ തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയതും തൈരാണ്. ഇനി അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ച ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. ഉപ്പിട്ട് വേവിച്ച 1/4 കപ്പ് ചെറുപയർ, വേവിച്ചപ്പോൾ ഇത്രയും ആയതാണ്, 1/4 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പിട്ടിട്ട് തന്നെ വേവിക്കണം, കാരണം ഇതിൽ കിടന്ന് ഉപ്പ് അതിലേക്ക് പിടിക്കൂല, അതുകൊണ്ടാണ് ഉപ്പിട്ട് തന്നെ വേവിച്ചത്. വല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, കാരണം നമ്മൾ ഈ അരിയുടെ കൂടെ ഇനി ഇതൊന്നും കൂടി വേവിക്കുമ്പോൾ വല്ലാതെ വെന്ത് ഓവറായി പോവും, അപ്പം അത് വേണ്ട. ഇനി നമ്മൾ അരിയിലേക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയറിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കഴിഞ്ഞു. ഇനി 1/4 കപ്പ് അരിയിലേക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി അതുപോലെ 1/4 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, എത്ര അരിയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുപയറിലേക്കുള്ള വെള്ളം നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഓൾറെഡി വെന്തിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ പിന്നെ അത് വെള്ളം വലിച്ചെടുക്കുകയൊന്നും ചെയ്യൂല, ഓൾറെഡി വെന്ത് കഴിഞ്ഞു. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒന്നും കാര്യമായിട്ടൊന്നും ചേർക്കാനില്ല, അവസാനം 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ആക്കാൻ. 1/4 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തത്. സാധാരണ പച്ചരി ഉണ്ടല്ലോ, നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അരി, അതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ജീരകശാല അരി എടുത്തു. ഇനി ബസ്മതി വേണമെങ്കിൽ അതും എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അരി ഇട്ട് കഴിഞ്ഞ് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചു. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഈ ഒരു സ്ഥിതിയിലാണുള്ളത്. താഴെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, എങ്കിലും ഏകദേശം വെള്ളം പകുതിയൊക്കെ വറ്റി വന്നൊരു അവസ്ഥയിലാണുള്ളത്. ചെറുപയർ ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് 1/4 കപ്പ് അരിക്ക് 1/4 കപ്പ് ചെറുപയർ, രണ്ടും കൂടി ഒരു ഫുൾ കപ്പ് ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ബിരിയാണിയുടെ ആ ഒരു കാഴ്ചയിലൊരു ലുക്ക് വരിക, അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഏറ്റവും അവസാനം സെർവ് ചെയ്യുമ്പോഴോ കുട്ടികളെ പാത്രത്തിലേക്ക് ആക്കുമ്പോഴോ മുകളിൽ കാണത്തക്ക രീതിയിലൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചു. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെയാണ്. ചിക്കനും ബീഫൊന്നും അല്ലാന്നേ ഉള്ളൂ, ബിരിയാണിയുടെ ശരിക്കുള്ള സ്മെല്ല്. കുട്ടികളെ സംബന്ധിച്ച് കളറും ആ ഒരു ലുക്കും ബിരിയാണിയുടെ ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ഭക്ഷണം കഴിച്ചോളും. ഞാനതൊരു പാത്രത്തിലേക്ക് ഒന്ന് ജസ്റ്റ് സെർവ് ചെയ്യാണ്. ചില കുട്ടികൾക്കൊക്കെ ഈ ചെറുപയർ അതുപോലെ കടല ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണിത്. അവർ ബിരിയാണിയുടെ സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ അറിയാതെ ചെറുപയറും കൂട്ടി അങ്ങ് കഴിച്ചോളും. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വേണമെന്നില്ല. ഇതിലിപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ തന്നെയാണ്. ബിരിയാണി അരിയൊന്നും വേണമെന്നില്ല, പച്ചരി കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി നമ്മുടെ 4ാമത്തെ റെസിപ്പി മുരിങ്ങയില റൈസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. പക്ഷെ ചില കുട്ടികൾക്കൊന്നും മുരിങ്ങയില അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവരെ കൊണ്ട് മുരിങ്ങയില കഴിപ്പിക്കാനും പറ്റും. മാത്രമല്ല പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ നല്ല ഫ്ലേവറിലുള്ളൊരു അടിപൊളി റൈസ് കൊടുത്തു വിടാനും പറ്റും. അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ആയാലും മതി. പക്ഷേ നെയ്യാണ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലത്.
ഇതിലേക്ക് 1 കപ്പ് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മെഷറിംഗ് കപ്പിന് 1 കപ്പ് മുരിങ്ങയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം വെള്ളം നന്നായി വലിഞ്ഞതിന് ശേഷം മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെയൊന്നും ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം തീരെ കളഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ ചിക്കനിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അതുപോലെ. പക്ഷെ ഒരുപാട് നെയ്യില്ല, 1 ടീസ്പൂൺ നെയ്യേ ഒഴിച്ചുള്ളൂ. ഏകദേശം ആ നെയ്യ് മൊത്തത്തിലേക്ക് അങ്ങ് വലിയും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും തീരെ ചുരുങ്ങിപ്പോയി. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് പൊടിച്ചാൽ പൊടിയുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടുകയാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ അങ്ങനെ കട്ടകളില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുരിങ്ങയിലൊക്കെ അറിയാലോ, നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അത് ഇല്ലാതെ മാക്സിമം നോക്കുക. ഇപ്പോൾ ഒരു ഏകദേശം നല്ലൊരു പരുവമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് പൊടിച്ചാൽ പൊടിയുന്ന ഒരു പരുവം. എന്നാൽ കളറൊന്നും മാറിയിട്ടില്ല, കാര്യമായിട്ട് കളർ മാറ്റമൊന്നും വന്നിട്ടില്ല, കരിഞ്ഞിട്ടുമില്ല. അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവയല്ല, ഉഴുന്ന്, പരിപ്പ്, ചെറിയ ജീരകം, കടുക് എല്ലാം ഒരു നുള്ളാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണിലും താഴെ മതി എല്ലാതും. ചെറിയ ജീരകം, ഉഴുന്ന്, പരിപ്പ്, അതുപോലെ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന പരിപ്പ് കേട്ടോ. പിന്നെ കടുക്. ഇപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉണക്കമുളകിന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ കഴിക്കാൻ സമയം എടുത്തങ്ങ് കളയാനും ഈസിയാണ്. പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഒരു 4 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും, അതുപോലെ ഒരു സവാളയുടെ പകുതി മാക്സിമം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കരിഞ്ഞു പോവാതെ നോക്കണം. ചെറിയ ജീരകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉലുവയും പരിപ്പും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ ജീരകവും കടുകും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് ക്രഷ് ചെയ്തത്, മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പൊടിയും, പെട്ടെന്ന് തന്നെ പൊടിയും. മുരിങ്ങയിലല്ലേ, മാത്രമല്ല നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് ഇതിലിട്ടാൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചില കുട്ടികൾക്ക്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അതുപോലെ പരിപ്പും ഒഴിവാക്കുക. ഉഴുന്ന്, പരിപ്പ് രണ്ടും ഒഴിവാക്കുക. പക്ഷെ ചെറിയ ജീരകം, കടുകും ഒഴിവാക്കണ്ട. ഈ സമയത്ത് ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. റൈസ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇപ്പം ഞാൻ റൈസ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ മുരിങ്ങയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഇനി ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ചോറിട്ട് കൊടുക്കുകയാണ്. 2 കപ്പ്, മെഷറിംഗ് കപ്പിന് 2 കപ്പ് ചോറാണുള്ളത്. ഏത് ചോറ് വേണമെന്ന് ഞാൻ പറയണില്ല, കാരണം നമ്മൾ ഏത് ചോറാണോ ഉണ്ടാക്കുന്നത് ആ ചോറെടുക്കാം. ഇപ്പോൾ സാധാ പച്ചരി വെച്ചിട്ടുള്ള ചോറാണെങ്കിൽ ഉപ്പിട്ട് വറ്റിച്ചിട്ട് അതിട്ട് കൊടുക്കാം. ബസ്മതി റൈസ് ആണെങ്കിൽ അതിട്ട് കൊടുക്കാം. ജീരകശാല റൈസ് ആണെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലെല്ലാവരും മട്ട റൈസ് അല്ലെങ്കിൽ കുറുവ റൈസ് ഇതൊക്കെ ആയിരിക്കും, അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ വീട്ടിലെല്ലാവരും ചോറ് വയ്ക്കുമ്പോൾ ഉപ്പിടാറില്ല. അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് വേണം, നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ റൈസ് ഉപ്പിട്ട് വേവിച്ചിരുന്നു, അതുകൊണ്ട് ഇതിലേക്ക് ഇടുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. മുരിങ്ങയും ഉള്ളിയും നെയ്യും റൈസും എല്ലാം കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യൂലേ, അതുപോലെ ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഫ്രൈ ആക്കണ്ട, അപ്പോൾ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, വല്ലാതങ്ങ് ഹാർഡായി പോവും. എല്ലാം ഒന്ന് മിക്സ് ആവണം, അത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പ്രത്യേകിച്ച് കോമ്പിനേഷനൊന്നും വേണമെന്നില്ല. എന്തായാലും ഞാൻ തൈര് സാലഡാണ് കൊടുത്തിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ നെയ്യിൽ വറക്കുന്നത് കൊണ്ട് മുരിങ്ങയിലേക്കുള്ളൊരു മടുപ്പുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും, അതുണ്ടാവില്ല. മാത്രമല്ല മുരിങ്ങയില അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ അതൊക്കെ പെറുക്കി കളയും. കുട്ടികൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പെറുക്കി കളയും. പക്ഷേ ഇങ്ങനെ ഗ്രീൻ കളറിൽ കണ്ടു കഴിഞ്ഞാൽ ആ കളറും ഇഷ്ടപ്പെടും, ടേസ്റ്റും ഇഷ്ടപ്പെടും. നെയ്യിൽ വറക്കണോണ്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ 4 റെസിപ്പീസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്